ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഓഫീസല്ലേ? അത്ര എനിക്ക് പറയാനായിട്ട് അറിയാവൂ. ഇത് പാവങ്ങള് പണിയെടുക്കുന്ന സമയത്ത് അംശാദായം എടുത്തിട്ടുള്ള പൈസയല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞത് നമ്മൾ ഈ തരുന്ന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് വീണ്ടും ആരംഭിച്ചു. സെപ്റ്റംബർ 26 മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ കയ്യിൽ പല ആളുകൾക്കും ലഭിച്ചിരുന്നില്ല. ഭൂരിഭാഗം സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നില്ല. ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ ഇന്ന് മുതൽ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ തന്നെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. ഇനിയും എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് പരിശോധിക്കണം. ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ ID നമ്പറോ ആധാർ കാർഡ് നമ്പറോ നൽകി 5 അക്ക കോഡും കൂടി അടിച്ചതിന് ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം ലഭ്യമാണ്. പെൻഷൻ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് അതിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. 3 മാസമൊക്കെ ആയിട്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങളുടെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ഒന്ന് അന്വേഷിക്കണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, കേന്ദ്ര വിഹിതത്തിന്റെ വിതരണം നടന്നിട്ടുണ്ട്. തുടർച്ചയായിട്ട് 300, 200, 500 ഒക്കെ മുടങ്ങുന്ന ആളുകളും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് പോവേണ്ടത്. ആധാർ സീഡിംഗ് KYC ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 വിഭാഗം ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. പ്രവാസി പെൻഷൻ 1 മാസത്തോളമായിട്ട് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ആണുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ അവസാനത്തിൽ വിതരണം ചെയ്തത്. സെപ്റ്റംബർ മാസത്തിൽ പ്രവാസി പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല. അപ്പോൾ പ്രവാസി പെൻഷൻ ഉടൻ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വിളിച്ചിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ്. കഴിഞ്ഞ മാസം 25-ാം തീയതി നമ്മൾ വിളിച്ചപ്പോൾ ഈ മാസം അടുത്ത ആഴ്ച വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ വിളിക്കുമ്പോൾ ഈ മാസം അവസാനത്തിലെ പെൻഷൻ ഉണ്ടാകൂ, ഇപ്പോൾ പെൻഷൻ വിതരണം ഇല്ല എന്നാണ് അവർ പറയുന്നത്. 17 മാസത്തെ കുടിശ്ശികയാണുള്ളത്. ഈ മാസം കൂടി മുടങ്ങുകയാണെങ്കിൽ അത് 18 മാസമാകും. 60 വയസ്സ് കഴിയുന്നത് വരെ അംശാദായം അടച്ചു നേടിയെടുത്തിട്ടുള്ള ഈ ഒരു പെൻഷൻ ഇങ്ങനെ മുടങ്ങുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടി തന്നെയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകളോടാണ് ഇത്രയും വലിയ ക്രൂരത സംസ്ഥാനത്ത് തുടരുന്നത്. മറ്റൊരു പെൻഷൻ വിഭാഗക്കാരോടും ഇത്രയും ക്രൂരത തുടരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ മാസവും പെൻഷൻ താമസിച്ചിട്ടേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓണത്തിനാണ് അവസാനമായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്തത്. ഇവരുമായിട്ട് ഇന്ന് നമ്മുടെ സുഹൃത്ത് സംസാരിച്ചിരുന്നു. ഹലോ, അത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഓഫീസല്ലേ? അതെ, ക്ഷേമനിധി ഓഫീസാണ്. ഓക്കെ, പെൻഷന്റെ കാര്യം എന്തായി? തീരുമാനമായിട്ടുണ്ടോ കൊടുക്കേണ്ടത്? പെൻഷൻ ഈ മാസം അവസാനം വായിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് വേണ്ടത്? കഴിഞ്ഞ മാസം കൊടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ മാസം ഞാൻ ഓൺലൈൻ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. ഓണ സമയത്ത് അയച്ചായിരുന്നു. അതിനുശേഷം പിന്നെ കൊടുത്തിട്ടില്ലല്ലോ. അതിനുശേഷം അയച്ചില്ല. 17 മുടക്കായല്ലോ. ഇപ്പൊ 17 മുടക്കായിട്ടുണ്ടല്ലോ. അതിന് ഇത് പെൻഡിങ് ഉള്ളതൊന്നും അല്ല. 1600 രൂപ 1 മാസത്തെ പെൻഷൻ ഓണ സമയത്ത് അയച്ചു. അതിനുശേഷമുള്ള വേറെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോ അടുത്ത പെൻഷൻ ഈ മാസം അവസാനം അയക്കുമെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന അറിയിപ്പ്. അതാണ് അത്ര എനിക്ക് പറയാനായിട്ട് അറിയാവൂ. ഇത് പാവങ്ങള് പണിയെടുക്കുന്ന സമയത്ത് അംശാദായം എടുത്തിട്ടുള്ള പൈസയല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞത് നമ്മൾ ഈ CC തരുന്ന ഫണ്ട് അനുസരിച്ചല്ലേ ഞങ്ങൾ പെൻഷൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പെൻഷൻ കിട്ടേണ്ട ആൾക്കാർ ഞങ്ങളുടെ ഇവിടുത്തെ ജീവനക്കാര്. നമുക്ക് തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾ മറുപടി പറയാനേ അറിയാവൂ. മാഡത്തിന് ശമ്പളം മുടങ്ങുന്നുണ്ടോ? എന്താ? മാഡത്തിന് ഇന്നേവരെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ? വലിയ അല്ല, നിങ്ങൾ ഇതിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ വിളിക്കുന്നത്. എന്തെങ്കിലും ചാനലിൽ നിന്നാണോ? ആ ചാനലിന്റെ ഇതൊക്കെ നിങ്ങളാണ്ട് നമുക്ക് ഇതിന്റെ സെക്രട്ടറി ഉണ്ട്, ചെയർമാൻ ഉണ്ട്, അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക കേട്ടോ. ഞങ്ങളൊക്കെ സാധാരണ ഇവിടുത്തെ ഡെയിലി ജീവനക്കാരാ. ചാനലിൽ നിന്ന് വിളിച്ച് അതിനുള്ള മറുപടി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ വലിയ ഓഫീസർമാരുണ്ട്, ഇതിന്റെ ആൾക്കാരുണ്ട്, അവരോട് വിളിച്ച് ചോദിക്കും. ഈ പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്തിനാണ് വേണ്ടത്? വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്. നിർമ്മാണ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ എതിർകക്ഷിയാക്കിക്കൊണ്ടുള്ള കേസ് 6-ാം തീയതി
ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. പിന്നെ പെൻഷൻ വർധനവിന്റെ കാര്യം, അത് ന്യൂസുകളെല്ലാം വന്നു. ഇനി നമുക്ക് വർധനവിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.